ഹസ്തിനപുരത്തിലെ അമ്മമാരെയാണ് നാം പരിചയപ്പെട്ടത് സർ. ഒന്ന് ജാഗ്രതയോടെ കണ്ണു തുറന്നുകൊണ്ട് തൻ്റെ മക്കൾക്ക് ധാർമ്മിക നേതൃത്വം നൽകിയ അമ്മ, മറ്റൊന്ന് കണ്ണു കെട്ടിക്കൊണ്ട് കൗരവരെ വളർത്തിയ അമ്മ. ഈ രണ്ട് അമ്മമാരും, പാണ്ഡവരുടെ അമ്മ, കൗരവരുടെ അമ്മ, ഇവരെ രണ്ടുപേരെയും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള പരിപൂർണ മാനുഷഭാവം മാതൃത്വം തന്നെ ആയിരിക്കണം. മാതൃത്വത്തിൽ മറ്റെല്ലാ മഹനീയ ഭാവങ്ങളും അന്തർലീനമാണ്. ആ മാതൃത്വത്തിൻ്റെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങൾ സകല പ്രാണികളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യജന്മത്തിലാണ് അതിൻ്റെ ഏറ്റവും വിപുലമായ പൂർണ്ണമായ വികാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുന്തിയുടെ ജീവിതം തുടക്കം മുതൽ തന്നെ അവരുടെ അഭിപ്രായത്തിനോ താത്പര്യത്തിനോ പരിഗണന ലഭിക്കാത്ത മട്ടിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നിന്ന് അറത്തു മാറ്റിക്കൊണ്ടാണ് അച്ഛൻ ദാനം ചെയ്തത്. ദത്തുപുത്രിയായി മറ്റൊരിടത്തേക്ക് പറിച്ച് നടുകയാണ് അവരുടെ ജീവിതത്തിൽ ആദ്യമുണ്ടായത്. ഒരർത്ഥത്തിൽ അച്ഛനിൽ നിന്ന് തന്നെ ഉപേക്ഷ അനുഭവിച്ചു തുടങ്ങിയ സ്ത്രീ ജന്മമാണ് കുന്തിയുടേത്. പിന്നീട് ഭർത്താവിലൂടെ അത് കുറേ കാലം അനുഭവപ്പെട്ടു. സാപത്ന്യം കൊണ്ട് അതിൻ്റെ ചില അനുഭവങ്ങൾ വന്നു ചേർന്നു. പക്ഷേ ഏറ്റവും കഠോരമായ ജീവിതയാത്ര കുന്തിദേവിയുടെ കാര്യത്തിൽ കാണുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ വൈധവ്യവും അതിനെ തുടർന്ന് കുട്ടികളെ സ്വയം നയിച്ചുകൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീത്വത്തിൻ്റെ ആ ഒരു ശക്തിവിശേഷവുമാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിച്ച ആ കർമ്മങ്ങളുടെ പരമ്പര തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരും. മക്കളോടൊപ്പം വനത്തിൽ പോകാൻ അവർ സന്നദ്ധയായി. അതുപോലെ തന്നെ കിടുംബിയെ വേൾക്കാൻ ഭീമസേനനെ ഉപദേശിച്ചു. പിന്നീട് ബകാസുരൻ്റെ വധത്തിനു വേണ്ടി തൻ്റെ മകനെ നിയോഗിച്ചു. കുരു പാണ്ഡവ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി തൻ്റെ കാനീനപുത്രനായ കർണനെ ചെന്ന് കണ്ട് അപേക്ഷിക്കാൻ സന്നദ്ധയാകുന്നു. ഏറ്റവും ഒടുവിൽ കർണന് ഉദകക്രിയ ചെയ്യിക്കാൻ തൻ്റെ മക്കളെ നിർബന്ധിച്ച് അത് ചെയ്യിക്കുന്നു. ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരുത്തർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അവസാനം വനത്തിലേക്ക് പോകുന്ന ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും ഒപ്പം ആദ്യം പുറപ്പെടുന്നത് കുന്തിദേവിയാണ്. ഗാന്ധാരിയുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണു കാണാത്ത രണ്ട് ചേച്ചിയെയും ചേട്ടനെയും നയിക്കാൻ വരെ തയ്യാറാകുന്നു. എത്രയോ കാലമായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന രാജഭോഗങ്ങൾ അനുഭവിക്കാനുള്ള അവസരം വന്നപ്പോൾ അതിൽ നിന്നെല്ലാം കുതറി മാറി സ്വയം വനത്തിലേക്ക്, കഷ്ടപ്പാടിലേക്ക്, ക്ലേശത്തിലേക്ക് പോവുകയാണ്, മറ്റാരുടെയും നിർദ്ദേശം കൂടാതെ തന്നെ. അത് സ്ത്രീജന്മം, മാതൃത്വം എങ്ങനെ ധാർമ്മികമാക്കി തീർക്കാം എന്നതിന് ധർമ്മജീവിതചര്യ എന്ന നിലയിൽ കാഴ്ചവെക്കുന്ന വളരെ വലിയ ഒരു പാഠമാണ്, മാതൃകയാണ്. ഗാന്ധാരിയുടെ കാര്യത്തിലും നമുക്ക് ഇതുപോലെയുള്ള വൈശിഷ്ട്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ കുന്തിദേവിയുടേതിനെ പോലെ അത്രയ്ക്ക് അത് സമുന്നതമാണോ എന്ന കാര്യത്തിലാണ് സംശയം ഉണ്ടാകുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ആയിരിക്കും നമുക്ക് സ്ത്രീത്വത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്. ഭർത്താവില്ലാതെ, ആൺതുണയില്ലാതെ, എന്നാൽ ഭഗവാനെ മാത്രം, ശ്രീകൃഷ്ണനെ മാത്രം പൂർണ്ണമായി സമാശ്രയിച്ചു കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ധർമ്മവ്യഗ്രയായി പുരോഗമിക്കുന്ന ആ മാതൃത്വം, കുന്തി എന്ന അമ്മയുടെ മാർഗം ഇന്നത്തെ അമ്മയ്ക്ക് ഏറ്റവും പ്രചോദനമായി തീരും എന്നുകൂടി തോന്നുന്നുണ്ട്.